ഈ ഭൂമിയേക്കാൾ വലിയ വലുപ്പത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്. ഒരു വീട്ടിന്റെ അത്ര മാത്രം വലുപ്പം മാത്രമേ ഇന്ന് ലോകത്ത് ഗോൾഡ് എക്സ്ട്രാക്ഷൻ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഏകദേശം 1 ഗ്രാം ഗോൾഡ് അടിച്ചു പരത്തിയാൽ 1 സ്ക്വയർ മീറ്റർ നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. 1 സിംഗിൾ യൂണിറ്റ് ഔൺസ്, 1 ഔൺസ് ഗോൾഡ്, 31.1 ഗ്രാം ഗോൾഡ് അടിച്ച് നാരാക്കിയാൽ 80 കിലോമീറ്റർ ദൂരം വെക്കാൻ വേണ്ടി സാധിക്കും. ഗോൾഡ് എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാല്യബിലിറ്റി, ഡക്റ്റിലിറ്റി. മാല്യബിലിറ്റി എന്ന് പറഞ്ഞാൽ തഴക്കം, ഡക്റ്റിലിറ്റി മീൻസ് വഴക്കം. ഏറ്റവും കൂടുതൽ തഴക്കവും വഴക്കവുമുള്ള ഒരു സാധനമാണ് ഗോൾഡ്. ലക്ഷറി ഡെസേർട്ടിൽ മുതൽ കേക്കിൽ മുതൽ ഏറ്റവും നല്ല വെള്ളത്തിൽ മുതൽ അവിടെയെല്ലാം ഗോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ചേർക്കുന്നുണ്ട്. E175 എന്നുള്ളതാണ് ലക്ഷറി ഡെസേർട്ടിന്റെ ഉള്ളിൽ വെക്കുന്ന ഗോൾഡിന് പറയുന്ന പേര്. E175 എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ മുതലുള്ള മുഴുവൻ സ്ഥലത്തും ഗോൾഡ് എന്നുള്ളത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിൻ ആയിട്ട് ഗോൾഡ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഗോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രൊഡക്റ്റിനെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് അത് എന്താണെന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് മാല്യബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന സംഗതി. കാരണം ഇത് പഠിക്കുന്നതോടുകൂടി കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ മേക്കിംഗ് ചാർജ് എന്നുള്ള സാധനത്തെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസൈനിങ് ക്വാളിറ്റി ആണെങ്കിലും, ഫൈൻ ആണെങ്കിലും, ഫൈനിറ്റി ആണെങ്കിലും, ഡ്യൂറബിലിറ്റി ആണെങ്കിലും നമുക്ക് പറയണമെങ്കിൽ ഗോൾഡിന്റെ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ടത്, ഒരു കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് UMMD എന്ന് പറയും, യുണീക്ക് മോഡേൺ മിനിമലിസ്റ്റ് ഡിസൈൻ എന്ന് പറയും. വാട്ട് ഈസ് എ UMMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്ക് മോഡേൺ മിനിമലിസ്റ്റ് ഡിസൈൻ എന്ന് പറയും. കാരണം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർക്ക് ഡിസൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ജെൻസി പീപ്പിൾ അല്ലെങ്കിൽ ന്യൂജൻ പീപ്പിൾ ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത് എന്താണ്? യുണീക്ക് ആയിരിക്കണം, മോഡേൺ ആയിരിക്കണം, മിനിമലിസ്റ്റ് ആയിരിക്കണം, നല്ലൊരു പെൻഡന്റ് ആയിരിക്കണം, ഡെയിലി വിയർ ചെയ്യാൻ വേണ്ടി പറയണം. ഞാനൊരു പ്രൊഫസറാണ്, എനിക്ക് ഡെയിലി വിയർ ചെയ്യണം. എനിക്ക് ഡെയിലി വിയർ ചെയ്യണമെങ്കിൽ എനിക്ക് പെൻഡന്റ് അല്ലെങ്കിൽ വളരെ ലീനിയന്റ് ആയിട്ട് അല്ലെങ്കിൽ ലീൻ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എനിക്ക് ആവശ്യമാണ്. അപ്പം UMMD എന്ന് പറയുന്നത് പുതിയ ടൈപ്പ് ഓഫ് ഗോൾഡിന്റെ പ്രൊഡക്ഷൻ വിളിക്കുന്ന പേരാണ് യുണീക്ക് മോഡേൺ മിനിമലിസ്റ്റ് ഡിസൈൻ എന്ന് പറയും. നമ്പർ 1. നമ്പർ 2 എന്ന് പറഞ്ഞാൽ SSD എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. SSD, സിമ്പിൾ സ്മൂത്ത് ഡിസൈൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നതാണ് SSD എന്ന് പറയും, സിമ്പിൾ സ്മൂത്ത് ഡിസൈൻ എന്ന് പറയും. അതുപോലെ തന്നെയാണ് ബെസ്പോക്ക് മിനിമലിസ്റ്റ് ഡിസൈൻ, BMD എന്ന് പറയും. ബെസ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസേഷൻ. ഒരു ഗോൾഡിന്റെ ഡിസൈൻ എവിടുന്നെങ്കിലും എടുത്തു കൊണ്ടുവന്നിട്ട് ഈ ഗോൾഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഈ ഡിസൈൻ എനിക്ക് തരാൻ വേണ്ടി പറ്റുമോ, എനിക്ക് 25 ദിവസം കൊണ്ട് ഈ ഡിസൈൻ തരണം, എന്റെ കല്യാണം വരുന്നത് ഫെബ്രുവരി 24 അതിന് മുന്നേ എനിക്ക് ഡിസൈൻ കിട്ടണം. അതായത് ഇന്ന് കസ്റ്റമൈസേഷനും പേഴ്സണലൈസേഷനും നമുക്ക് ഡെഫിനറ്റ്ലി ആവശ്യമാണ്. അതാണ് ശരിക്കും BMD എന്ന് പറയും. ബെസ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസേഷൻ. അപ്പൊ ഇന്ന് 2025 ഓരോ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും മാറിയിട്ടുണ്ട്. ഇന്ന് അവർക്ക് വേണ്ടത്, ന്യൂ ജനറേഷന് വേണ്ടത് മിനിമലിസ്റ്റ് ഡിസൈൻ ആണ്. യുണീക്ക് ആയിരിക്കണം, മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. യുണീക്ക് ആയിരിക്കണം, മോഡേൺ ആയിരിക്കണം. അവർ കൊണ്ടുവരുന്ന രീതിയിൽ ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരണം. ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്നുള്ളത് അവർ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഡിസൈൻ എന്നുള്ളത് വളരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. SSD എന്ന് പറയും, സിമ്പിൾ ആയിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം. സിമ്പിളും സ്മൂത്തും ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? 3 കാര്യങ്ങളാണ് 2025 ഗോൾഡ് ബിസിനസ്സിൽ ഗോൾഡ് മാനുഫാക്ചേഴ്സും സപ്ലയേഴ്സും ഗോൾഡ് ഡീലേഴ്സും നോക്കുന്ന 3 കാര്യങ്ങളാണ്. UMMD, SSD, BMD. നിങ്ങൾ ആരും എഴുതാത്തത് കൊണ്ട് എനിക്ക് സന്തോഷം. ആരും എഴുതിയെടുക്കുന്നില്ല. everyone should write. നിങ്ങൾ ഓരോ ആൾക്കാരും എഴുതണം. കാരണം ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് 1 ഗ്രാം ഗോൾഡിന്റെ വിൽപ്പന. ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് 1 ഗ്രാം ഗോൾഡ്. ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് 1 പവൻ ഗോൾഡ് 8 ഗ്രാം. ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് കട്ട്, കളർ, ക്ലാരിറ്റി, ക്യാരറ്റ്. 4 C's are very important. What is the 4 C's? കട്ട്, കളർ, ക്ലാരിറ്റി, ക്യാരറ്റ്. ഈ 4 Cയും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കണം മോഡേൺ ലെവലിൽ. മോഡേൺ നോളജ് എന്ന് പറയുന്നത് കട്ട് സ്പെസിഫിക്കലി ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി പറ്റണം. കളർ സ്പെസിഫിക്കലി ഡീറ്റെയിൽ ചെയ്യാൻ പറ്റണം. 18, 14, 24 ക്യാരറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ് ഗോൾഡ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ലോകത്ത് ഗോൾഡിന്റെ പൈസ ഒരിക്കലും താഴോട്ടേക്ക് പോവാത്തത്? വാട്ട് ഈസ് ദ റീസൺ? ഗോൾഡിന് വിളിക്കുന്ന പേരാണ് സേഫ് ഹെവൻ അസറ്റ്. സേഫ് ഹെവൻ അസറ്റ്. എന്താ സേഫ് ഹെവൻ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരിക്കലും നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണ്. ഓരോ കസ്റ്റമേഴ്സിനോടും അവരെന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എന്തുകൊണ്ട് ഗോൾഡ് വാങ്ങിക്കണം, ഗോൾഡിന്റെ പൈസ കൂടുമ്പം എന്തുകൊണ്ട് വാങ്ങിക്കണം എന്ന് പറയാൻ സെയിൽസുകാരൻ ആദ്യം തന്നെ തുടങ്ങേണ്ട ഒരു വാക്കാണ് SHA. എന്താ SHA? സേഫ് ഹെവൻ അസറ്റ്. എന്തുകൊണ്ടാണ് സേഫ് ഹെവൻ അസറ്റ് എന്ന് പറയാൻ? നിങ്ങൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് നമുക്ക് എന്താ തേർഡ് പാർട്ടി വാല്യുവേഷൻ വേണം. നിങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടു, നിങ്ങൾക്ക് ഏർലി ക്ലോസർ ചെയ്യണമെങ്കിൽ ബാങ്ക് ചാർജ് ഉണ്ടാക്കും. നിങ്ങൾക്ക് ഇക്വിറ്റി ഉണ്ട്, ബോണ്ട് ഉണ്ട്, SIP ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഇതിനെല്ലാം തന്നെ നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പോൾ ചാർജ് കൊടുക്കണം. ഗോൾഡ് ഇസ് ഈക്വൽ ടു ക്യാഷ്. G is equal to C is the reason it is an SHA, safe haven asset. ഇത് മാത്രമല്ല, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഗോൾഡുമായിട്ട് കണക്റ്റഡ് ആവില്ല. അത് മാത്രമല്ല, ഗോൾഡ് എന്ന് പറയുന്നത് ശരിക്ക് ഫാമിലി ഹെയർലൂം എന്നാണ് പറയുക. എന്താ ഫാമിലി ഹെയർലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫാമിലി ഹെയർലൂം എന്ന് പറഞ്ഞാൽ താവഴികളായിട്ട് ആന്റിക് ജ്വല്ലറി, ട്രഡീഷണൽ ജ്വല്ലറി, ടെമ്പിൾ ആർട്ട് പോലെയുള്ള ജ്വല്ലറി താവഴികളായിട്ട് അമ്മക്ക് മകൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ലോകത്തിലത്തെ ഏറ്റവും വലിയ വടിക്കോൾ ലോഹമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഒരിക്കലും തുരുമ്പിക്കില്ല, ഒരിക്കലും നമുക്ക് ദ്രവിച്ചു പോവില്ല, ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരേ ഒരു ലോഹമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് SHA, സേഫ് ഹെവൻ അസറ്റ് എന്ന് പറയുന്നത്. ഗോൾഡിന്റെ പ്രൈസ് കൂടുമ്പോഴാണ് ഗോൾഡ് വാങ്ങിക്കേണ്ടത്. ഗോൾഡ് എവിടെ പോയാലും റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗോൾഡ് ഈസ് ഈക്വൽ ടു ക്യാഷ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ക്ലിയർ ആണ് ഞാൻ പറയുന്നത്?